പത്തനംതിട്ടയിൽ പ്രളയഭീതിയാണ്. പ്രേക്ഷകരെ ആറന്മുളയിൽ ഇപ്പോഴും വീടുകൾ വെള്ളത്തിനടിയിലാണ്. ലോറിയിലും വള്ളങ്ങളിലുമായാണ് ആളുകളെ മാറ്റുന്നത്. കൊല്ലത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന് സജീവമായിട്ടുണ്ട്. അതിനിടെ വീണ്ടും മഴ പെയ്യുന്നത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. റോഷിപാലും എ വി ജയശങ്കറും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാലിലേക്കാണ് നമ്മൾ പോകുന്നത്. റോഷിപാൽ, ഒരു ദിവസം കൂടി ഒന്ന് മഴ മാറി നിന്നാൽ കുറച്ച് ആശ്വാസമാകുമെന്ന് വിചാരിച്ചിടത്താണ് മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യം. ഇപ്പോഴും പല വീടുകളും മുഴുവൻ ഈ താഴത്തെ നില മുഴുവനും അല്ലെങ്കിൽ ഒറ്റ നിലയാണെങ്കിൽ ഏറെക്കുറെ മുങ്ങിയ നിലയിലും ഒക്കെ തുടരുന്നത് കാണുന്നത് പോലും ആശങ്കയാണ്. റോഷി, മധു, അങ്ങനെയാണ്. ആറന്മുളയിൽ ഇപ്പോൾ മഴ നീങ്ങിയെങ്കിലും ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ഈ പ്രദേശത്തേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ വേഗത അത് വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇവിടെയുള്ള ആറിലെ വെള്ളം അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഈ വെള്ളം നേരെ ഒഴുകി പോകുന്നത് ജനവാസ മേഖലയിലേക്കാണ്. ഇവിടെയുള്ള ഭൂരിഭാഗം വീടുകളും ഒന്നുകിൽ ഒന്നാം നിലയിലേക്ക് വെള്ളം, അവർക്ക് വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വലിയ വെള്ളക്കെട്ടാണ്. അവിടെ താഴത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. മുകളിലത്തെ നിലയിലാണ് ഭൂരിഭാഗം പേരും അഭയം തേടിയിരിക്കുന്നത്. പലരും വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. അതാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാകുന്നത്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനയാനങ്ങളുമായി ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അത് ഏതാണ്ട് 10-15ഓളം യാനങ്ങൾ എത്തിക്കഴിഞ്ഞു. കൊല്ലത്ത് നിന്നാണ് മത്സ്യത്തൊഴിലാളികൾ എത്തിയത്. പക്ഷേ അവർ രക്ഷാപ്രവർത്തനത്തിന് പ്രദേശങ്ങളിൽ എത്തുമ്പോൾ പലരും വീട് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. അവർ പറയുന്ന കാരണം 2018 മഹാപ്രളയത്തിൽ ഇതിനേക്കാൾ വെള്ളം വന്നിരുന്നു. അത്രത്തോളം വെള്ളം ഈ മഴയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഒഴിയുന്നില്ല. അത് നേരത്തെ അബിൻ വർക്കി MLA നേരിട്ടെത്തി പല വീടുകളിലും അഭ്യർത്ഥിച്ചിരുന്നു, ഒഴിയണം. കാരണം ഇനിയും ശക്തിയായ വെള്ളപ്പാച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടമാകും. കാരണം അവിടെ ഭക്ഷണം എത്തിക്കാൻ കഴിയില്ല, മരുന്ന് എത്തിക്കാൻ കഴിയില്ല. മാത്രവുമല്ല പിന്നീട് അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടുത്തുക എളുപ്പമായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പലരും ഒഴിയുന്നില്ല. എന്തായാലും ഇന്നും കുറേ പേരെയൊക്കെ ഒഴിപ്പിച്ചു. വളർത്തുമൃഗങ്ങളെ ഒഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം മലയോര മേഖലയിൽ മഴ കനക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം കുത്തിയൊഴുകും. ഇവിടെ മഴ നിന്നാലും ഇവിടെ നിറഞ്ഞിരിക്കുന്ന വെള്ളം ഒഴിഞ്ഞു പോകാൻ ഒരു മാർഗവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ മത്സ്യബന്ധന യാനങ്ങളാണ്. ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തിച്ചതാണ്. പക്ഷേ ഇനിയും ഒട്ടേറെ പേർ അവിടെയുണ്ട്. അവിടെയൊക്കെ ഭക്ഷണം ഉച്ച സമയത്ത് നാട്ടുകാരും അതുപോലെ തന്നെ ഓരോ സന്നദ്ധ സംഘടനകളൊക്കെ എത്തിക്കുകയായിരുന്നു. സമാനമായ സാഹചര്യം ഉച്ചയ്ക്ക് നേരത്തെ ഒരു 2 മണിയോടെ കനത്ത മഴയുണ്ടായിരുന്നു. ആ സാഹചര്യം ഇപ്പോഴില്ല. ഇപ്പോൾ അല്പം ഒരു തെളിഞ്ഞ മാനമാണ്. പക്ഷേ കാർമേഘമുണ്ട്. ഇനിയും മഴ പെയ്യുമോ എന്നതാണ്. അത് കോഴഞ്ചേരി മേഖലയിലോ ആറന്മുളയിലോ മഴ പെയ്യുന്നതിനപ്പുറത്തേക്ക് വനമേഖലയിൽ മഴ പെയ്യുമോ എന്നതാണ് ഇവരൊക്കെ ആശങ്കപ്പെടുന്നത്. അങ്ങനെ മഴ വന്നാലാണ് ഈ മേഖലയിലേക്ക് വെള്ളപ്പാച്ചിലുണ്ടാവുക. ഏതായാലും ഇപ്പോഴും ഇവിടെ വെള്ളം നിറഞ്ഞ് വെള്ളത്തിൽ മുങ്ങിയ വീടുകളിൽ ആളുകൾ താമസിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ, ഇപ്പോഴും നമുക്ക് ആറന്മുളയിലും റാന്നിയിലും ഒക്കെ ഈ ബുദ്ധിമുട്ടുകൾ കാണാം. ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. റോഷിപാൽ, നമുക്ക് കേൾക്കാം. ആലടി വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഒരു 250 മീറ്റർ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അതായത് രാവിലത്തേക്കാൾ കൂടുതലായി, രാവിലത്തെക്കാട്ടിലും കൂടുതലായി വെള്ളം. രാവിലെ നമ്മൾ ഈ വെള്ളം അവിടുത്തെ പൊക്കിയിടുമായിരുന്നു. ഇപ്പോഴേ ഈ വെള്ളം നേരിട്ടിങ്ങ് പോരുമായിരുന്നു. അതുകൊണ്ടാണ് ഈ വെള്ളം പൊക്കമാണെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ ഇനിയും വെള്ളം നിറയാനുള്ള സാധ്യത, വെള്ളം ഇനി ഒരടി വെള്ളം കൂടെ നിറയാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഒരടി. ഇനിയും കുറേ പേര് വീടുകളിൽ കഴിയുന്നു. കുറേ പേരുടെ വീടുകളിലുണ്ട്. അവരെ എന്ത് ചെയ്താലും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരത്തില്ല. അവരോട് കൂടുതലും നിർബന്ധിച്ച് നിങ്ങളിവിടെ ഇന്നാലെ രാത്രിയൊക്കെ ആയിപ്പോയാൽ വെട്ടമില്ല, വിളക്കവും ഇല്ല, മെഴുതിരി പോലും കാണത്തില്ല. അവരെന്ത് ചെയ്താൽ വരത്തില്ല. ആൾക്കാർ അവിടെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഈ വീട്ടിൽ 2 നിലയുടെ മണ്ടയ്ക്കൊക്കെ 1-2 ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ആളുകൾ പൂർണ്ണമായി ഒഴിയുന്നില്ല. പഞ്ചായത്തൊക്കെ ഉണ്ട്. അവർക്ക് പലപ്പോഴായി വീടുകളിൽ പോയി അഭ്യർത്ഥിച്ചിട്ട് ഇപ്പോഴും പലരും ഒഴിയുന്നില്ല. മിക്ക വീടുകളിലും ചില വീടുകളിൽ നിന്നൊന്നും ഒഴിയുന്നൊന്നുമില്ല. അവരെ 2 നിലയിലാക്കി ഞങ്ങൾ നിർത്തിയിരിക്കണം. 3-4 കുടുംബം വെച്ചാണ് നിർത്തിയിരിക്കുന്നത്. അവർക്ക് മരുന്നോ ഭക്ഷണമൊക്കെ നമ്മൾ എത്തിക്കാം. മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കുവാണ്. ഇപ്പം ഫുഡും ഒക്കെ കൊടുത്ത് വെള്ളവും എല്ലാം കൊണ്ട് ഈ മഴ വരികയാണെങ്കിൽ അവരെ പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം എല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ വാർഡിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലപോലെ നോക്കുന്നുണ്ട്. അതും അങ്ങനെയാണ്. ഇവിടെ ഏതാണ്ട് 3-4 വാർഡുകൾ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതിലൊരു പഞ്ചായത്ത് അംഗമാണ്. അതേപോലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മത്തായിച്ചൻ കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ ഈ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടന്ന ആളുകൾ ഒഴിയാത്തതുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് ബോട്ടുകൾ ഭക്ഷണവും മരുന്നൊക്കെ എത്തിച്ചു നൽകുന്നുണ്ട്. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകുന്ന കനത്ത വെള്ളക്കെട്ടിലൂടെയാണ്. അതല്ലാതെ മത്സ്യബന്ധന യാനങ്ങളടക്കം പുറത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത്.